എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡിന് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് LD ക്ലർക്ക്, ഓഫീസ് അറ്റൻഡന്റ് തുടങ്ങിയവ ഉൾപ്പെടെ 35ലധികം തസ്തികകളിലേക്കുള്ള നിയമനത്തിനായി പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്ന LD ക്ലർക്ക്, ഓഫീസ് അറ്റൻഡന്റ് തുടങ്ങിയ തസ്തികകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. LD ക്ലർക്ക്, ഓഫീസ് അറ്റൻഡന്റ് എന്നീ 2 തസ്തികകളിൽ മാത്രം 127ഓളം ഒഴിവുകളാണ് വിജ്ഞാപന പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. +2, 10ാം ക്ലാസ് തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളാണിവ. അതുപോലെ തന്നെ വിജ്ഞാപന പ്രകാരം ഉയർന്ന ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ള തസ്തികകൾ കൂടിയാണിവ. നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. ഇനി നമുക്ക് ഈ തസ്തികക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ LD ക്ലർക്ക്, ഓഫീസ് അറ്റൻഡന്റ് എന്നീ 2 തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2025 സെപ്റ്റംബർ 30 കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം LD ക്ലർക്ക് ഓർ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 തസ്തികയെക്കുറിച്ച് നോക്കാം. ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ 39/2025 ശമ്പള സ്കെയിൽ 26,500 രൂപ മുതൽ 60,700 രൂപ വരെയാണ്. ഇനി യോഗ്യതകൾ നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിലുള്ള സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഈ തസ്തികയിൽ ഇപ്പോൾ നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം 113 ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കുറഞ്ഞത് 1 വർഷവും കൂടിയത് 3 വർഷവുമായിരിക്കും. നിയമന രീതി നേരിട്ടുള്ള നിയമനമായിരിക്കും. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 1/1/2007 1/1/1989 ഇടയിൽ ജനിച്ചവരായിരിക്കണം. കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്യൂൺ ഓർ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയാണ്. ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ 40/2025 ശമ്പള സ്കെയിൽ 23,000 രൂപ മുതൽ 50,200 രൂപ വരെയാണ്. അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. എന്നാൽ വനിതാ ഉദ്യോഗാർത്ഥികളെയും ഭിന്നശേഷിക്കാരെയും ഈ യോഗ്യത വേണമെന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ തസ്തികയിൽ നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം 14 വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കുറഞ്ഞത് 1 വർഷവും കൂടിയത് 3 വർഷവുമായിരിക്കും. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുൻപ് പറഞ്ഞതുപോലെ തന്നെ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും പ്രായപരിധിയിൽ അർഹമായ ഇളവ് ലഭിക്കുന്നതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഓഫീസ് അറ്റൻഡന്റ്, LD ക്ലർക്ക് എന്നീ പറഞ്ഞ 2 തസ്തികകളിലേക്കും അപേക്ഷിക്കാവുന്നത് ഹിന്ദുമതത്തിൽപ്പെട്ട നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ്. കൂടാതെ ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് പരീക്ഷാ ഫീസ് കൂടി അടയ്ക്കേണ്ടതുണ്ട്. SC/ST വിഭാഗത്തിന് 250 രൂപ, OBC EWS ജനറൽ വിഭാഗത്തിന് 500 രൂപയുമാണ് പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 സെപ്റ്റംബർ 30 കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ തസ്തികകളുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2025 സെപ്റ്റംബർ 30 മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.